സുപ്രഭാതം. ഒരു ദിവസം ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്ന ഒരു കൂട് കണ്ടു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ജീവനില്ലാത്ത ഒരു ചെറിയ പൊതി പോലെ ആയിരുന്നു. ചലനമില്ല, ശബ്ദമില്ല, പുരോഗതിയുടെ ഒരു ലക്ഷണവുമില്ല. ആ കൂടിനുള്ളിൽ കഴിയുന്ന പുഴുവിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഇങ്ങനെ പറഞ്ഞേനെ: എൻ്റെ ലോകം അവസാനിച്ചു. ഇന്നലെ വരെ ഇലകളിലൂടെ സഞ്ചരിച്ചിരുന്നു, കാറ്റ് അറിഞ്ഞിരുന്നു, സൂര്യപ്രകാശം കണ്ടിരുന്നു. ഇപ്പോൾ എല്ലാം ഇരുട്ടാണ്, ചുറ്റും നിശബ്ദത മാത്രം. മുന്നോട്ട് ഒരു വഴിയും കാണുന്നില്ല. പക്ഷെ ആ പുഴുവിന് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അത് അവസാനമല്ലായിരുന്നു, ഒരു രൂപാന്തരത്തിൻ്റെ തുടക്കമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതേ പുഴു ഒരു ചിത്രശലഭമായി പുറത്തു വന്നു. അതിൻ്റെ ലോകം അവസാനിച്ചിരുന്നില്ല, അതിൻ്റെ ലോകം വികസിക്കുകയായിരുന്നു. ജീവിതത്തിലും പല ഘട്ടങ്ങൾ അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു ഇരുട്ടറയിൽ പെട്ടുപോയതുപോലെ തോന്നും. എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് തോന്നും. ചില വാതിലുകൾ അടയും, ചില ബന്ധങ്ങൾ അവസാനിക്കും, ചില സ്വപ്നങ്ങൾ തകരും, ചില പദ്ധതികൾ വഴിമുട്ടും. അപ്പോൾ മനസ്സ് പറയാൻ തുടങ്ങും, എല്ലാം അവസാനിച്ചു. പക്ഷേ പലപ്പോഴും ജീവിതം നിശബ്ദമായി പറയുന്നത് മറ്റൊന്നായിരിക്കും. ഇത് അവസാനമല്ല, നീ ഇപ്പോൾ കാണാത്ത ഒരു മാറ്റത്തിൻ്റെ നടുവിലാണ്. കാരണം വളർച്ച എപ്പോഴും ആഘോഷങ്ങളുടെ നടുവിൽ സംഭവിക്കാറില്ല. ചിലപ്പോൾ അത് ഏകാന്തതയിൽ സംഭവിക്കും, ചിലപ്പോൾ അത് പരാജയങ്ങളുടെ നടുവിൽ സംഭവിക്കും, ചിലപ്പോൾ അത് കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ സംഭവിക്കും. ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അത് നശിക്കുകയാണെന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ അത് മുളയ്ക്കുകയാണ്. ഒരു പുഴു ഇരുട്ടറയിൽ കഴിയുമ്പോൾ ലോകം അവസാനിക്കുകയാണെന്ന് കരുതാം, പക്ഷേ യഥാർത്ഥത്തിൽ അത് ചിറകുകൾ നേടുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാത്ത ചില അനുഭവങ്ങൾ നാളെ നമ്മുടെ ശക്തിയാകാം. ഇന്ന് വേദനയായി തോന്നുന്ന ചില സംഭവങ്ങൾ നാളെ നമ്മുടെ ജ്ഞാനമാകാം. ഇന്ന് അടഞ്ഞുപോയതുപോലെ തോന്നുന്ന ചില വഴികൾ നാളെ പുതിയൊരു ദിശ തുറന്നു തരാം. അതുകൊണ്ട് ജീവിതം ഇരുണ്ടതായി തോന്നുന്ന നിമിഷങ്ങളിൽ ഒരു കാര്യം ഓർക്കുക: ഇരുട്ട് എല്ലായ്പ്പോഴും അവസാനത്തിൻ്റെ അടയാളമല്ല. ചിലപ്പോൾ അത് ഒരു രൂപാന്തരത്തിൻ്റെ ഇടക്കാലമാണ്, ഒരു പുതിയ തുടക്കത്തിന് മുൻപുള്ള നിശബ്ദമായ ഒരുക്കമാണ്. കാരണം ഇരുട്ടറയിൽ ലോകം അവസാനിക്കുകയാണെന്ന് പുഴു കരുതി കാണും, എന്നാൽ കാലം അവനെ ഒരു ചിത്രശലഭമാക്കി മാറ്റി. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും ഒരു പ്രഭാത ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.